നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ മൂന്നാമത്തെ സിനിമ. ഈയൊരു പടവും സക്സസ് ആയതോടുകൂടി ഈ പുള്ളി തന്നെ അടുത്ത നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ ദ ബോളിവുഡ് എന്നൊക്കെ അന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എന്തോ ഒരു ടൈപ്പ് അൺലക്കി ആക്ടറാണ് ഇദ്ദേഹം. ബട്ട് ഐ ബിലീവ് ഈ ഡിസേർവ് സം സക്സസ്. ഇനി സംവിധായകനെ കുറിച്ച് പറയാം, മോഹിത് സൂരി. ഇപ്പൊ പുള്ളിയുടെ പേര് പറഞ്ഞ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുക ഈ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി മെഗാ ബ്ലോക്ക് ബസ്റ്ററായ സയ്യാര എന്ന സിനിമയുടെ പേരിലായിരിക്കും. പുള്ളിയുടെ കരിയറിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി, ഒരു ബോളിവുഡ് റൊമാന്റിക് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ. പക്ഷെ സത്യത്തിൽ ആ സിനിമയല്ല പുള്ളിയുടെ ഐഡന്റിറ്റി. മറിച്ച് അത്യാവശ്യം ഡാർക്ക് ഫ്ലേവറിലുള്ള ഒരു പ്രത്യേക മൂഡിൽ സഞ്ചരിക്കുന്ന ത്രില്ലർ സിനിമകളിലായിരുന്നു മൂപ്പർ സ്പെഷ്യലിസ്റ്റ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു സിനിമ. പിന്നെ പുള്ളിയുടെ ഏത് ടൈപ്പ് പടം എടുത്താലും അതിലെല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ഉണ്ടെന്ന് പുള്ളി ഉറപ്പുവരുത്തും. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതിന്റെ ഒരു 50% പ്ലോട്ട് റൊമാൻസ് തന്നെയാണ്. അതൊരു കോമൺ കാര്യവുമാണ്. ആൻഡ് അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിയുന്ന നായികയും ഗുണ്ടയായ നായകനും എന്നൊരു കൺസെപ്റ്റ്. ഇതും നമ്മൾ മുൻപ് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പടത്തിന്റെ ബാക്കി 50%, അതായത് പടത്തിലെ വില്ലൻ പുള്ളിയാണ്. പുള്ളിയുടെ ക്യാരക്ടറൈസേഷനാണ് ഈ പടത്തെ യുണീക്ക് ആക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രായത്തിനിടക്ക് മിനിമം 1000 സിനിമയെങ്കിലും കണ്ടു കാണും. അപ്പൊ പുതിയൊരു പടം കാണുമ്പോൾ ഇതിൽ ഒരാൾ നല്ലവനും മറ്റേയാൾ ചീത്തയുമായിരിക്കുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, അതായത് നായകനും വില്ലനും. അപ്പൊ ഈ വില്ലന് തെറ്റ് ചെയ്യാനുള്ള മോട്ടീവിൽ എന്തെങ്കിലും ഒരു പുതുമയുണ്ടെങ്കിൽ ആ പടം ഗ്രിപ്പിംഗ് ആയിരിക്കും. ആ ഒരു ആസ്പെക്ടിൽ ഈ പടം യുണീക്കും റിഫ്രഷിംഗുമായിരുന്നു. ആ കാരണത്തിന്റെ വ്യാപ്തി നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരു സംഗതിയാണ്. അയാളുടെ വീട്ടിനകത്ത് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ മുൻപ് കണ്ടിരുന്നില്ല. സോ ഓവറോൾ ദിസ് വാസ് എ ഗുഡ് മൂവി. ആൻഡ് ഈ പടത്തിലെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഗംഭീരമായിരുന്നു. ഇറങ്ങിയ സമയത്ത് ഇതിലെ പാട്ടുകൾ കേട്ട് തള്ളിയതിന് ഒരു കയ്യും കണക്കുമില്ല. സോ സ്റ്റിൽ ആരെങ്കിലും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.